ദ പവർ ഓഫ് ജീസസ് സെർമൺ ഓൺ ദ മൗണ്ട്. ഗിരിപ്രഭാഷണത്തിൻ്റെ ശക്തി. ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് എടുക്കുമ്പം ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം 5:6-7 കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയിപ്പിച്ചു. എന്നാലും ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ ഈ നോയമ്പ് സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം കൂടുതൽ വായിക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ മർമ്മങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും പറയാൻ കർത്താവ് പറയും. ഒരു തട്ടല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ തട്ടല്ല നമ്മളിപ്പം കേൾക്കുന്നത്. ജീസസ് ഓഫ് നസ്രേത്ത്, ദ സൺ ഓഫ് ഗോഡ്, ഗീവ്സ് us എ റെവല്യൂഷണറി മെസ്സേജ് ഇൻ ദ സർമൺ ഓഫ് ദ മൗണ്ട്. അതായത് മനുഷ്യ മനസ്സിനെ റെവല്യൂഷണറൈസ് ചെയ്തിട്ട് മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ് ഗിരിപ്രഭാഷണം. അന്നുവരെ ചിന്തിച്ചിരുന്ന ലോകപ്രകാരമായിട്ടുള്ള ചിന്തകളിൽ നിന്നും വിപരീതമായിട്ട് എങ്ങനെയാണ് സ്വർഗരാജ്യം ഭൂമിയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണിത്. അപ്പോൾ നമ്മൾ അന്നത്തെ രാജാക്കന്മാർ, റോമൻ സാമ്രാജ്യം ഉയർന്നിരിക്കുന്ന 2000 വർഷം, അതായത് 2 മില്ലേനിയം കഴിഞ്ഞിട്ടും ഇന്നും സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് വായിക്കാമെങ്കിൽ അതിന്നും പ്രസക്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു വന്നു കഴിയുമ്പം പഴയ നിയമത്തിലെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, 10 കൽപ്പന ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കാണുന്ന കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. ഇറ്റ് ടേൺസ് അറൗണ്ട്, ആ വീല് ചേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇരുട്ട് മാറി വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെയാണ്. അങ്ങനെ ഒരു മഹാശക്തിയാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ദാറ്റ് ചേഞ്ച്ഡ് മില്യൺസ് ഓഫ് ലൈഫ്. അതായത് കുറച്ചൊന്നും ആളുകളെയല്ല, കാലാകാലങ്ങളിൽ ഓരോ പൊളിറ്റീഷ്യൻസ് വരുമ്പോഴും അവരൊക്കെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വായിച്ചിട്ടാണ്. എബ്രഹാം ലിങ്കന്, ഗാന്ധിജി, ഇപ്പോഴുള്ള പല ലീഡേഴ്സിനും വേദപുസ്തകത്തിലെ മർമ്മങ്ങൾ അറിയാം. അത് മാറ്റമില്ലാത്തതാണല്ലോ. പല ഋഗ്വേദങ്ങളിലും ഈ ദൈവത്തിൻ്റെ സത്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തുപയോഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരണം. നമ്മൾ പറയേണ്ടത് കർത്താവിൻ്റെ ഓരോ ഡിസ്കോഴ്സ്, അതായത് കർത്താവിൻ്റെ ഓരോ വചനവും മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറ്, ഒരു സ്ഥലത്തിൻ്റെ, ഇപ്പോൾ ഒരു ചെറിയൊരു സ്ഥലം, ഞാനിപ്പോൾ തിരുവല്ലയിൽ താമസിക്കുന്നത്, ആ സ്ഥലത്തിനെ മാറ്റിമറിക്കാൻ ആ സ്ഥലത്തിലുള്ള ചർച്ചിനാണ് അധികാരം. അതവർ ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഫൂളിഷ്നെസ്. അതായത് മലമേൽ കത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ പട്ടണത്തിന് വിളക്ക് കൊടുക്കുന്നത് പള്ളിയാണ്, ചർച്ചാണ്, അല്ലെങ്കിൽ അവിടുത്തെ സഭയാണ്. അവിടെ നിന്ന് വരുന്ന സെർമണാണ് ആളുകളെ ബലപ്പെടുത്തുന്നത്. ദാറ്റ്സ് വെയർ ദ ആറ്റമിക് പവർ കംസ് ഫ്രം. ആ ആറ്റമിക് പവർ ഇല്ല എങ്കിൽ ചുമ്മാതെ പോയിട്ട് റിച്വലായിട്ട് പോകും, പള്ളിയിൽ ചെന്നിരിക്കും, കുർബാന അനുഭവിച്ചെന്നിരിക്കും, കുറച്ച് ഭക്ഷണം അത് ഫെലോഷിപ്പ്. ദാറ്റ് ഈസ് ഈവൻ നമുക്കല്ലാത്തവരും ചെയ്യുന്നില്ലേ. ബട്ട് ദിസ് ഈസ് വെയർ യു ആർ റിയലി റാഡിക്കലി ചേഞ്ച്ഡ് ഇൻ ദ വേ ഗോഡ് വാണ്ട്സ് ഇറ്റ് ടു ബി ഡൺ. അതാണ് ഈ സെർമൺ ഓഫ് ദ മൗണ്ടിന്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരാണെന്ന് പറയണമെങ്കിൽ എനിക്കൊരാത്മാവുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോഴുള്ള കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കാം. ആദ്യമേ നമുക്കൊരു ചെറിയൊരു ടെലിഫോണായിരുന്നു, ആദ്യമേ നമുക്ക് ലാൻഡ് ലൈനായിരുന്നു. അതിൽ ഞങ്ങളൊക്കെ ഇംഗ്ലണ്ടിലായിരുന്നപ്പം അവിടുന്ന് ചങ്ങനാശ്ശേരിക്കോ ചെങ്ങന്നൂരോ വിളിക്കണമെങ്കിൽ ഒരു ദിവസത്തെ വെയിറ്റ് ചെയ്യണം, ആരെങ്കിലും കണക്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട്. ഒരു സമയത്ത് നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ലെന്ന്, വിളിക്കാനൊക്കത്തില്ല, ഒരു തരത്തിൽ വിളിക്കാനൊക്കത്തില്ല. ആ കാലമൊക്കെ പോയിട്ട് പിന്നെ കഴിഞ്ഞപ്പം പിന്നെ ചെറിയൊരു തരം കയ്യിലുള്ള ഫോണായി, അത് നമ്പർ നമ്പർ കിട്ടും. അപ്പോൾ പിന്നെ ലാൻഡ് ലൈൻ മാറി. ഇപ്പോഴോ വന്നു, കയ്യിലിരിക്കുന്ന മൊബൈൽ വന്നതോടുകൂടി വേറൊന്നും വേണ്ട, ഈ ഒരു പാമ്പിനകത്ത് എല്ലാ സാധനവും നമുക്ക് കിട്ടും. കർത്താവ് നമ്മളോട് പറയുന്നത് ഇതെല്ലാം ഈ ഫോൺ വന്ന കാലത്ത് നമ്മൾ വിചാരിച്ചത് നാശത്തിനായി മാറുമെന്ന്. ശരിയാ, നല്ലതുകൊണ്ട് ഉപയോഗം, അഴുക്കുപയോഗമുണ്ട്. Every technology, if we are using it in the wisdom of the Holy Spirit, it can be used for the benefit of human race. അപ്പം നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ട് 2000 വർഷം മുൻപ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും മൊബൈലിനകത്തോട് കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എങ്കിൽ ഇറ്റ് വിൽ ഹാവ് എൻ ഇമ്പാക്റ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിക്കകത്തോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏകസത്യ ദൈവമേ ഉള്ളൂ. നമ്മളെന്താണ് ഫീഡ് ചെയ്യുന്നത്? വാട്ട് ആർ വി ഫീഡിങ് അറ്റ്? അപ്പോൾ മനുഷ്യബുദ്ധിയാണ് ഇതിനകത്ത്, അല്ലാതെ ദൈവബുദ്ധിയല്ല. നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് ഫീഡ് ചെയ്യുന്നത് ഇങ്ങോട്ട് പറയത്തുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗുഡ് ആൻഡ് ബാഡ്.
അപ്പം നമുക്ക് കാതലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ അവരുടെ ഭവനങ്ങളിൽ, സ്കൂളുകളിൽ, ചർച്ചിൽ പഠിപ്പിച്ചെടുക്കണം. യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആദ്യമേ തുടങ്ങിയത് അവിടെ മലയുടെ മേളിൽ കൊണ്ടുപോയി ഈ ശിഷ്യന്മാരോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണിത് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. സ്പിരിച്വൽ ട്രൂത്ത്, അതായത് നിങ്ങൾക്കെല്ലാം അനുഗ്രഹം വാങ്ങിക്കാനാണല്ലോ എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഈ അനുഗ്രഹം വാങ്ങിക്കണമെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഈ ഈ പിന്നെ ഹോഴ്സിൻ്റെ പുറത്ത് നടക്കുന്ന ഈ റോമൻ സോൾജേഴ്സ് അല്ല ഇവിടം ഭരിക്കുന്നത്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. ആ പിതാവാം ദൈവത്തിൻ്റെ വരച്ച വരയിലെ ഭൂമി പോകത്തുള്ളൂ. പിന്നെ ദൈവം തൻ്റെ സ്വാതന്ത്ര്യ സ്വഭാവം മനുഷ്യന് തന്നതുകൊണ്ട് മനുഷ്യൻ വിചാരിക്കുന്നു ദൈവത്തെക്കാട്ടി വലുതാണ്. ഏതൊരു നിർമ്മിത ബുദ്ധിയെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെ ചൊവ്വെ വളർത്തിക്കൊണ്ടുവന്നാൽ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇല്ലേ? 9 ദിവസത്തേക്ക് ചന്ദ്രനിൽ പോയി സുനിത വില്യംസും ഒരു ബുഷ് എന്ന് പറഞ്ഞ ഒരുത്തനും കൂടെ പോയി അവിടെ താമസിച്ചു 9 മാസത്തോളം. ഒരാൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയാൻ തുടങ്ങി. അതോടുകൂടി 2 പേരും വിളിച്ചു പറയാൻ തുടങ്ങി, 2 തരത്തിൽ. അപ്പോൾ ഈ ചന്ദ്രനിൽ പോയതുകൊണ്ട് ദൈവത്തെ കൂടുതൽ കാണേണ്ടിയവൻ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവം തന്നിരിക്കുന്ന അന്ന് പറഞ്ഞ സർമൺ, അതായത് ഗിരിപ്രഭാഷണം, കർത്താവിൻ്റെ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് വന്ന് സ്വർഗരാജ്യം എങ്ങനെ പണിയണമെന്ന് പറഞ്ഞത്, ഭൂമിയിൽ പണിയണമെന്ന് പറഞ്ഞത് ഇന്നും ആബ്സല്യൂട്ട് വാലിഡാണ്. അതിനെ മാറ്റിമറിച്ച് വേറൊരു സെർമൺ ഇല്ല. അത് പറഞ്ഞു പഠിപ്പിക്കാൻ ആളുകളില്ലിപ്പം. എല്ലാവർക്കും രോഗശാന്തി, പണം ഉണ്ടാക്കുന്നത്, അതൊന്നും തെറ്റല്ല, അതൊക്കെ ശരി. പക്ഷേ കർത്താവ് പറഞ്ഞ ആദ്യത്തെ യേശു പറഞ്ഞത് ആത്മാവിനെക്കുറിച്ച്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. അപ്പോൾ ഈ ലോകത്തിൽ ദുഃഖിക്കുന്നവരാണ് പല കാര്യം. പക്ഷെ നിങ്ങളൊക്കെ ആശ്വസിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സൗമ്യതയുണ്ടോ? നീ ഭൂമിയെ അവകാശമാക്കി തന്നെ എടുക്കും. ഭൂമി വല്ലവൻ്റെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് സൗമ്യ സ്വഭാവം ഉള്ളവന് ഭൂമി ദൈവം കൊണ്ടു കൊടുക്കും. വിശ്വസിക്കുക. ഇത് ആത്മാവ് എന്നോടങ്ങ് പറയുകയാണ്. നീതിക്ക് ദാഹിക്കുന്നോ? നീ ഭാഗ്യവാനാണ്. നിനക്ക് ഞാൻ നീതി അല്ലാത്ത ഒന്നും ചെയ്യത്തില്ല കർത്താവ്. പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വരുന്ന സ്വഭാവം. എനിക്കല്പം ദേഷ്യമുള്ള സ്വഭാവമാണ്. ഞാൻ വളരെ ദേഷ്യക്കാരിയായിരുന്നു. ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്. എൻ്റെ ദേഷ്യം കൊണ്ട് എനിക്ക് ഒത്തിരി ആപത്തും വന്നിട്ടുണ്ട്. ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടേതല്ല, ഇത് തലമുറയായിട്ട് കയറി വന്നതാണ്. നമ്മൾ വിചാരിച്ചെന്ന് പിടിച്ച് ഇത് ഉഴുത് കുതിരയ്ക്ക് കടിഞ്ഞാടുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ തീഷ്ണതയാണിന്ന് വചനം പറയാൻ ഉപയോഗിപ്പിക്കുന്നത്. ആ ക്യാരക്ടർ ഈസ് ചേഞ്ച്ഡ് ഫ്രം ദാറ്റ്. അതായത് നമുക്കൊരു തീഷ്ണ സ്വഭാവം ഉള്ളത് വചനത്തിന് വേണ്ടി മാറ്റിയെടുത്തു. ഇല്ലേ? മഗ്ദലക്കാരത്തി മറിയ അല്ല, ശമരിയക്കാരി സ്ത്രീ ഉച്ചയ്ക്ക് വെള്ളം എടുക്കാൻ വന്ന സ്ത്രീയാണ്. ഷി വാസ് വെരി ഓപ്പൺ. ഷി വോണ്ടഡ് വാട്ടർ. ഉച്ചയ്ക്കേ വരത്തുള്ളൂ, കാരണം പകൽ വരാനൊക്കത്തില്ലല്ലോ. മറ്റ് സ്ത്രീകൾ വെക്കത്തില്ല, അവരിവരെ വിധിക്കും ഉടനെ തന്നെ. സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ ഇവർ വന്ന സമയം നോക്കി യേശുക്രിസ്തു അവിടെ ചെന്നിട്ട് വെള്ളം ചോദിക്കുന്നു. എന്തിനാ? ബിക്കോസ് സൃഷ്ടിച്ച ദൈവത്തിനറിയ ഇവളുടെ സ്വഭാവത്തിൽ ഷീ ഈസ് ആൻ ഓപ്പൺ പേഴ്സൺ. ഷീ വോണ്ട്സ് ദ പ്യുവർ വാട്ടർ, ബട്ട് ഷീ ഈസ് ലുക്കിംഗ് ഫോർ, സെർച്ചിങ് ഫോർ. നോബഡി കുഡ് ഗിവ് ഹെർ. അറ്റ് ദ റൈറ്റ് ടൈം ജീസസ് കംസ്. വെള്ളം എനിക്ക് തരുമോ? അവൾ പല ഡിസ്കോഴ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും. അവസാനം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കത്തില്ല. അതാണ് അതെങ്ങനെ നമ്മളെയും മറ്റുള്ളവരെയും പറഞ്ഞു പഠിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവിനറിയാം. അത് നമ്മുടെ തീഷ്ണത അവിടെ ആയിരിക്കണം. നമ്മൾ വേറെ എങ്ങും ചെന്ന് നമ്മുടെ മനസ്സ് നിർത്തരുത്. വി ഷുഡ് ബി എയിമിങ് അറ്റ് ദ ബെസ്റ്റ്, ദ എക്സലൻസി ഓഫ് ദ ലിവിങ് ഗാഡ്. ആ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ പലപ്പോഴും, ഞാനൊരു ലോയറാണ്, ഇംഗ്ലണ്ടിൽ പഠിച്ച ലോയറാണ്, കേരളത്തിൽ പഠിച്ചതാണ്, ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഗോഡ് കോൾ മീ ഔട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ് ആൻഡ് സെഡ്, ജീവനുള്ള നിയമം നീ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എടുത്ത് പറയാനൊക്കത്തില്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് വചനം ആത്മാവിൽ തന്നെ ഇരുന്ന് പഠിച്ച് പൗലോസിൻ്റെ കൂട്ട് സൗദിയിൽ പോയിരുന്ന് വ്യക്തമായിട്ടും പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. എനിക്കറിയാം എന്നെ വിളിച്ചവൻ ആരെയെന്ന്. എനിക്കറിയാം, എൻ്റെ അന്തരാത്മാവിനറിയാം. ആ ഒരു ഉറപ്പ് പരിശുദ്ധാത്മാവിലില്ലാതെ നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ഇടതും വലതും മുൻപും പിൻപും ശത്രു ഉണ്ട്. പക്ഷെ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവമാണ്.
ആ കർത്താവ് പറയുന്നത് എൻ്റെ സെർമൺ അന്ന് ഇന്നും ഒന്ന്. കർത്താവ് സെർമണാവുന്ന ജീസസ് കർത്താവ് എഴുന്നേറ്റ് നിന്ന് വെപ്രാൾപ്പെട്ടൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് ഇതൊക്കെ പിടിച്ചു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നീ ഹൃദയശുദ്ധി, നീ ദൈവത്തെ കാണുമെന്ന് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഹൃദയശുദ്ധി ചോദിച്ചു വാങ്ങിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറും. പിന്നെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പം കഷ്ടവും ഇഷ്ടവും ഒക്കെ വരുമെന്ന്. ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ 70 വട്ടം ക്ഷമിക്കുക. മറ്റുള്ളവരോട് വിദ്വേഷം ഉണ്ടെങ്കിൽ ദർ ഇസ് നോ റെസ്പെക്റ്റർ ഓഫ് പീപ്പിൾ. ദൈവത്തിന് എല്ലാവരും. അത് നമ്മൾ ഈ ഫേമസ് ഗോൾഡൻ റൂൾസാണ്. നമ്മൾ ഒരാളെ ഈ ഏറ്റവും കൂടുതൽ വ്യത്യാസം വിശ്വാസികൾക്ക് വേണ്ടിയത് ഷുഡ് നോട്ട് ജഡ്ജ് അനദർ പേഴ്സൺ. ഇപ്പം ഞാൻ തന്നെ പറയുന്ന ശൈലി, എനിക്കൊരു ശൈലിയുണ്ട് എൻ്റെ സ്വഭാവത്തിന്. ഐ കനോട്ട് ഇമിറ്റേറ്റ് അനദർ പേഴ്സൺ. വാട്ട് ഐ ആം അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്ത് അത് ജീവനായിട്ട് നിർത്താൻ എന്നോട് ദൈവം പറയത്തുള്ളൂ. ഞാൻ വേറൊരാളെ നോക്കി ഇമിറ്റേറ്റ് ചെയ്ത് ഐ കനോട്ട് ഡൂ ദാറ്റ്. ആൻഡ് നോബഡി ഞാൻ നിൽക്കുന്ന ഷൂസിൽ വേറൊരാൾക്ക് നിൽക്കാൻ ഒക്കില്ല. അവർ നിൽക്കുന്ന ഷൂസിൽ ഞാൻ പക്ഷെ എന്നെ ഏൽപ്പിച്ച ജോലി 100% ഫെയ്ത്ത്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ കർത്താവ് പറയും, വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, എൻ്റർ ഇൻ ടു മൈ കിങ്ഡം. അതാണ് അല്പത്തിൽ വിശ്വസ്തത കാണിക്കുന്നവനെ അധികത്തിൽ വിചാരം. ഇന്നലത്തേതിലും ഇന്ന് ഞാൻ പ്രകാശിക്കുന്നു, ഇന്നത്തേതിലും നാളെ പ്രകാശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജേക്കബ്സ് ലാഡറിൽ നമ്മൾ കയറുകയാണ്. കയറി ഒരു റീച്ച് ഒരു അൾട്ടിമേറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ലോകത്തിലെ ജോലി തീരും. ബട്ട് അൺടിൽ ദ ടൈം ഓഫ് യുവർ ലാസ്റ്റ് ബ്രത്ത് യു ആർ യൂസ്ഫുൾ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതാർക്കും മാറ്റാനൊക്കത്തില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഗോഡ് വിൽ സെൻഡ് us ടു അമേരിക്ക. അത് അമേരിക്കയിൽ വേണ്ടെന്ന് നമ്മൾ ഓസ്ട്രേലിയയിൽ വിടും ഇല്ലേ? ഒരു പാമ്പിടിച്ച സ്ത്രീ, അവർ ആഫ്രിക്ക ശുശ്രൂഷയ്ക്ക് പോകണം. ആഫ്രിക്ക ശുശ്രൂഷ നമ്മൾ കൊച്ചിൽ തൊട്ടേ പ്രാർത്ഥിക്കാം. ആഫ്രിക്കൻ ഭാഷ അറിയത്തില്ല, ആഫ്രിക്ക എവിടാന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവരുടെ ആത്മാവിനോടൊരു ദർശനം കൊടുത്തു, ആഫ്രിക്ക. ഇവർ ഈ ആഫ്രിക്കൻ പടമെടുത്ത് വെച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. ലാസ്റ്റിൽ 60 വയസ്സായപ്പോൾ അവർ ദൈവം ആഫ്രിക്കയിൽ വിട്ടു. ആഫ്രിക്കയിൽ വിടുന്നതിന് മുമ്പ് അവർ മലയാളം അറിയാവുന്ന ഒരു വ്യക്തി തർജ്ജമ ചെയ്യാൻ, ആ ഭാഷയിലോട്ട് തർജ്ജമ ചെന്നാൽ താമസിക്കേണ്ട സ്ഥലം അവരുടെ ചിലവെല്ലാം വഹിച്ച് ദൈവം അവരെ കൊണ്ടുപോയി ആഫ്രിക്കയിൽ ശുശ്രൂഷ ചെയ്യിപ്പിക്കും. ഇന്നും ശുശ്രൂഷ ചെയ്യുന്നു. എനിക്കറിയാവുന്ന ഒരു സ്ത്രീ, അവർ ശ്രീലങ്കയിലാണ്. കർത്താവരോട് പറഞ്ഞ് ഷിപ്പിൽ കയറിയിട്ട് കേരളത്തിൽ പോരാൻ പറഞ്ഞു. അവർക്കൊരു സഹോദരനുണ്ട് ഇവിടെ, പക്ഷെ അയാൾ കയറ്റത്തൊന്നുമില്ല. അപ്പോൾ അവർ ഷിപ്പിൽ കയറി നിന്നപ്പോൾ അവരുടെ തന്നെ സാക്ഷിയാണ്. അവർ പറഞ്ഞു, ഞാൻ എങ്ങോട്ടാണ് നാട്ടിൽ ചെന്നിട്ട് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ലെന്ന്. അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. അവരൊരു പേപ്പർ എടുത്ത് വെച്ച് ലെറ്റർ എഴുതി, കർത്താവേ, ഞാൻ നീ പറഞ്ഞതനുസരിച്ച് ശ്രീലങ്കയിൽ നിന്ന് വരികയാണ്. ഈ ഷിപ്പിൽ എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ എവിടെ താമസിച്ചത് എനിക്കറിയത്തില്ല. ഞാൻ ലെറ്റർ എഴുതി. ലെറ്ററിൻ്റെ അഡ്രസ്സ് എന്തോന്ന് എഴുതിയിട്ടുണ്ട്. ആ അഡ്രസ്സ് അറിഞ്ഞുകൂടല്ലോ. അങ്ങനെ കർത്താവ് അവരെഴുതി അവരുടെ കർത്താവിൻ്റെ പേര് എഴുതിയിട്ട് ഹെവൻ അഡ്രസ്സിൽ എഴുതി വെച്ച് നീ എവിടോട്ട് പോസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല. ആ സ്ത്രീ ആ ലെറ്റർ വേദപുസ്തകത്തിനകത്ത് കയറ്റി വെച്ചു പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ സാക്ഷ്യം. അവർ കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് താമസിക്കും. ആ ടൈമിൽ ഞാൻ കൺവെൻഷനോട് ചെല്ലുമ്പം ആ സ്ത്രീ എന്നോട് പറഞ്ഞാണ്, ഞാൻ എൻ്റെ ലെറ്റർ വേദപുസ്തകത്തിനകത്ത് പോസ്റ്റ് ചെയ്തു. പക്ഷേ കേരളത്തിൽ വന്ന നിമിഷം തൊട്ട് എനിക്ക് താമസിക്കാനും വചനം പറയാനും താമസിക്കാനും ശുശ്രൂഷ ചെയ്യാനും ദൈവം എനിക്ക് വരം തന്നിട്ടുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് 10 വർഷം മുമ്പുള്ള കാര്യം ഈ പറഞ്ഞു. അവരിപ്പോഴും ജീവിച്ചിട്ടിരിപ്പുണ്ടായിരിക്കും, അറിഞ്ഞുകൂടെ. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ വചനങ്ങൾക്ക് തെറ്റുപറ്റത്തില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആങ്ഷ്യസ് ആകുന്നത്? പറവുകളെ നോക്കി പഠിക്കുക, വയലിലെ പൂക്കളെ നോക്കി പഠിക്കുക. ഇതൊക്കെ ദിനംപ്രതി ഓർപ്പിച്ചില്ലേ നമുക്കൊക്കെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും വഹിക്കാൻ വയ്യ. കാരണം നമ്മുടെ സെൻസിറ്റിവിറ്റി, നമുക്ക് ആ ബലം പോകും. പക്ഷെ ആത്മാവുള്ളവർക്ക് ബലം കൂടും. അബ്രഹാമിനെ എടുത്തുപയോഗിച്ചത് 75, മോശ എടുത്തത് 80, അഹ്റോനെ എടുത്തത് 82. പിന്നെ ഓരോരുത്തരെ നോക്കുമ്പോൾ അറിയാം അവരുടെ പ്രായമല്ല. ദൈവം എപ്പോഴും ഒരു മെച്യൂറാകുന്ന ആ ടൈമിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഈസ് ഓൾ ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു ഡിസൈഡ്. പക്ഷെ ബി അലേർട്ട് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിക്കും. നാഥ, നീ അന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇരുന്നപ്പോൾ സെർമൺ ഓൺ ദ മൗണ്ട് ഗിരിപ്രഭാഷണം പറഞ്ഞത് 5, 6, 7 മത്തായിയുടെ സുവിശേഷത്തിലെ 3 അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. അതിന്നും പ്രസക്തിയാണ്. അതിനെ വെല്ലുന്ന ഒരു നിയമവും ഇവിടെ ഇല്ല. അതിനെ മാറ്റിമറിക്കാൻ ആർക്കും ഒരു പ്രസംഗവും പറയാനില്ല. ഏറ്റവും നല്ലതായ നിൻ്റെ ദൂത്,
അതൊന്നും എത്രയോ മെമ്മറൈസ് ചെയ്തവരെ എനിക്കറിയാം കർത്താവേ. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ നീ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നിടത്ത് വിശ്വസ്തത പ്രാപിച്ച് എവിടെയാണ് നമ്മളെ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാം എന്ന് കർത്താവ് പറയുന്നെങ്കിൽ അത് ചെയ്യാം. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങൾ. അത് ഓരോ വ്യക്തിയുടെയും വിളിയായിട്ട് ഇത് മാറണം. ചിലരൊക്കെ വക്കത്തിങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ റിട്ടയർഡായിട്ടുള്ള എത്രയോ വ്യക്തികൾക്ക് സുവിശേഷത്തിലേക്ക് ഇറങ്ങും. ഏതെങ്കിലും ഒരു സ്ഥലത്തെടുത്ത് ഒരു ദേശത്തെടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. അനേകം ഏതെങ്കിലും ഒരു ഏരിയ എടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ എടുക്കാൻ കഴിവുള്ളവരുണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾക്ക് യോജിപ്പുണ്ടാക്കാൻ കഴിവുള്ളവരുണ്ടാകട്ടെ. സുവിശേഷം ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നവരുണ്ടാകട്ടെ. എൻ്റെ വയലിലേക്ക് ഇറങ്ങാൻ അധികം ആളുകൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തുടങ്ങി രക്ഷയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിവുള്ളവരുണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യമാണ് കർത്താവേ. അത് ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് തരാൻ കഴിവുള്ളവർ, പറഞ്ഞു പഠിപ്പിക്കാൻ കഴിവുള്ളവരുണ്ടാകട്ടെ. ദേശം നിൻ്റെ ജീവനദി കൊണ്ട് പുഷ്ടി പ്രാപിക്കട്ടെ. ഏദൻ തോട്ടത്തിൽ 4 ശാഖകളുണ്ട് നദിക്ക്. അതുപോലെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ബുദ്ധിമണ്ഡലം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, മക്കളിൽ, മരുമക്കളിൽ, കൊച്ചുമക്കളിൽ ഉണ്ടാകട്ടെ അപ്പച്ച. സംഭവിക്കട്ടെ. നീതിവൃക്ഷങ്ങളുണ്ടാകട്ടെ അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. തലമുറമേൽ നിൻ്റെ അനുഗ്രഹങ്ങൾ ഈ നദി ഒഴുകിയേ പറ്റും. കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കി യേശുവിൻ്റെ വചനത്തിലേക്ക് തിരിച്ചു കടന്നു വരട്ടെ എല്ലാവരും. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നു. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.